വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള ആയുർവേദ ബ്യൂട്ടി ടിപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധിയുടെ പര്യായമായ തേനിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ തേനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാലിനേക്കാൾ നല്ലതാണ് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നമുക്ക് ബുദ്ധി വർദ്ധിക്കാനും ഒക്കെ തേൻ ഉപയോഗിക്കാം. അപ്പോൾ തേനെ കുറിച്ചുള്ളൊരു എന്താ പറയുക ചെറിയൊരു രൂപമാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് വേഗം വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ തേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്ന ആഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനും വയമ്പുമാണ് കേട്ടോ. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാം. തേന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് തേൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പം സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തേൻ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനും അതുപോലെ തന്നെ കുറച്ച് മോരും എടുത്തിട്ട് മോരൽപ്പം ചൂടാക്കുക. ശേഷം എന്ത് ചെയ്യുക, തേൻ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അധികം ഒന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഒരു സ്പൂൺ തേൻ എടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂൺ തൈര് കൊടുക്കുക. രണ്ടും കൂടെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കുക. തൈരാണ് കേട്ടോ ചൂടാക്കണേ, തേൻ ചൂടാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് മിക്സ് ചെയ്യുക. ഇളം ചൂടോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, മുഖത്ത് നന്നായി പുരട്ടിയിടുക. മസാജ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക. നമ്മൾ രാവിലെ നീട്ടിട്ട് എന്ത് ചെയ്യുക, നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ തേന് മാത്രമായിട്ട് ഇടാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, തേനും ക്യാരറ്റും കൂടെ ഇടാം കേട്ടോ. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ശേഷം ഒക്കെ ഒരു സ്പൂണേ വേണ്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ചേ വേണ്ടുള്ളൂ, അധികമൊന്നും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ തന്നെ സെയിം രൂപത്തിൽ മുഖത്തിടുക. മുഖത്ത് മേക്കപ്പ് ഒക്കെ കളഞ്ഞതിന് ശേഷം, അതായത് അഴുക്കുകളൊന്നും പാടില്ല എന്നർത്ഥം, നല്ല വൃത്തിയാക്കിയതിന് ശേഷം തേനിടാവുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് തേൻ മാത്രമായിട്ട് ഇടാം കേട്ടോ. തേൻ മാത്രമായിട്ട് ഇട്ട് നന്നായി മസാജ് ചെയ്യുക. ശേഷം കിടന്നുറങ്ങാം. അത് ഏകദേശം ഒരു ഒട്ടി പിടിക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് രാവിലെ ഇടാം. രാത്രി ഇടണം കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ രാത്രി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ പകലും ഇതിടാം. വെയിൽ കൊള്ളാൻ പാടില്ല. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, രാത്രി ഇടുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 മണി രാവിലെ നീട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നീക്കിയില്ലേ ആ ഒരു ടൈമിൽ. അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെയും നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 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 ഇടാം. അത് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അതായത് ഒരു പ്രാവശ്യം ഇടുക. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ തൈരും അതുപോലെ തന്നെ മോരും കൂടെ എടുത്ത് ചെയ്യുന്നത്, അതെന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഇടാം കേട്ടോ. അങ്ങനത്തേനൊന്നും കുഴപ്പമില്ല, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടി തേൻ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് എടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക, അല്പം തേൻ ഒഴിക്കുക. കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എക്സാമൊക്കെ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ തേൻ വെറുതെ കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രഹ്മികൃതം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, തേൻ കഴിക്കാവുന്നതാണ് കേട്ടോ. ഘൃതം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണല്ലോ, ഒരു എന്താ പറയുക, ഒരു ചുവപ്പൊക്കെയാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, തേനും കഴിക്കാം കേട്ടോ. അത് കഴിച്ചതിൻ്റെ ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അത് കഴിച്ചതിൻ്റെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, തേനോടെ കഴിക്കും. അപ്പം നാവിലുള്ള ഒരു ചുവപ്പും ഒരു മട്ടിപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും നീക്കി കിട്ടാൻ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രഹ്മി ചൂർണത്തിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ചാലിച്ച് കഴിക്കാം. അതൊക്കെ ചെയ്യുന്നത് ബുദ്ധി വർദ്ധിക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ തേൻ നല്ലതാണ്. ഒരു സ്പൂൺ തേൻ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഊർജ്ജങ്ങളുടെ, അതായത് നമുക്ക് ഊർജ്ജത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ തേൻ. നമുക്ക് നല്ല ഊർജ്ജം ലഭിക്കാനും, അതായത് നമുക്ക് പഠനകാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് തേൻ കഴിക്കാം. അതുപോലെ തന്നെ നിദ്രയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ തേൻ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ എന്ത് ചെയ്യുക, 2 സ്പൂൺ തേൻ ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കഴിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നല്ല എന്താ പറയുക, ഇങ്ങനെ ഉറക്കമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കും ഇത് നല്ല തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മാനസമിത്ര വടകം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുക, പൊടിച്ചിട്ട് എന്ത് ചെയ്യുക, തേൻ ചേർക്കാം. അതിന് മുമ്പ് ഞാൻ മനസ്സിമിത്രയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോഡൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഒരു അറിവ് കിട്ടും. അത് മാത്രമല്ല തേന് വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളിയ സ്ഥലത്ത് തേനിടുന്നത് വളരെ നല്ലതാണ്. മുറിവ്, അതുപോലെ തന്നെ മുഖക്കുരു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചുളിവുകൾ വരിക, അങ്ങനെയുള്ള കളർ വരാനൊക്കെ തേൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുക, അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ടോ തേൻ കഴിക്കുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു തടിയുള്ളൊരു കുട്ടിയായിരുന്നു. നല്ലൊരു തടി പറഞ്ഞാൽ നല്ല അത്യാവശ്യം തടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ അങ്ങനെ ഒരു തടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. അത് രാവിലെയാണ് കേട്ടോ കഴിക്കേണ്ടത്, ഭക്ഷണത്തിന് മുമ്പായിട്ട്. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യുക, 2 സ്പൂൺ തേൻ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കഴിക്കുക കേട്ടോ. അത് കഴിക്കുന്നത് എന്താണ്, ഇതുപോലെ തന്നെ വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നല്ല ഓവറായിട്ട് തടിയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. അങ്ങനെ ഇല്ലാതെ ഒരു നാരങ്ങ നീരും കൂടെ ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല ഈ തേൻ ഉപയോഗിച്ചിട്ട് അടിപൊളി ഫേസ് പാക്ക് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇനി അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ വൈറ്റ് മാത്രം എടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക, നാരങ്ങ നീരും അതുപോലെ തന്നെ തേനും കൂടെ നന്നായി മിക്സ് ചെയ്യുക.
എന്ത് ചെയ്യുക, മുഖത്ത് പരട്ടുക. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കഴുകി കളയാം. മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുഖത്തുള്ള കുരുക്കൾ, കറുത്ത പാടുകളൊക്കെ മാറി കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താ പറയുക, മോരിൻ്റെ കൂടെ ചേർത്ത് മുഖത്തിട്ടാൽ നല്ല റിസൾട്ടാണ്. അതിനേക്കാൾ ഉപരി റിസൾട്ടാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഒരു 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ മുഖത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തേൻ ഉപയോഗിക്കുക. തേൻ നമുക്ക് വെറുതെയും കഴിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഈ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കില്ല, അതിനേക്കാൾ എത്രയോ നല്ലതാണെന്ന് അറിയുമോ നമ്മുടെ തേൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. നല്ല തേൻ വാങ്ങിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിന് യാതൊരു ഇത് കുഴപ്പമില്ല. പിന്നെ അനുപാനമായിട്ട് ഒരുപാട് ഔഷധങ്ങളുടെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ തേൻ കൊടുക്കുന്നുണ്ട് നമ്മൾ. നമുക്കൊരു എന്താ പറയുക, ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടും സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ തേൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണ സാധനങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വൃദ്ധർക്കും യുവാക്കൾക്കും എല്ലാവർക്കും പറ്റിയൊരു അനുയോജ്യമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ തേൻ. അപ്പോൾ തേൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ആയിട്ടുള്ള എന്താണ് ഒരു ഭക്ഷണ പദാർത്ഥം തന്നെ കേട്ടോ. അതിൽ ആർക്കും തന്നെ ഒരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് എവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹൌഷധ പ്രയോഗ രീതികൾ എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ മുരളീധരൻ്റെ ആണ് കേട്ടോ. ഡോക്ടർ മുരളീധരൻ എഴുതിയതാണ് ഈ ബുക്ക്. അതിനാണ് കേട്ടോ ഞാൻ ഇത്യാദി അറിവുകളൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ കുറേ ഈ ബുക്ക് വാങ്ങിച്ചിട്ട്, അപ്പം ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ അപ്പോൾ വെറുതെ മുഖത്തിൻ്റെ കാര്യം നമ്മൾ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുമല്ലോ, മുഖത്തിന് എന്തൊക്കെയോ തേന കൊണ്ട് എന്തൊക്കെയോ ഉപയോഗങ്ങളുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞളുണ്ടല്ലോ, നമുക്ക് ഏതൊരു ഫേസ് പാക്കിൻ്റെ കൂടെയും ഏതൊരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും എന്ത് ചെയ്യാം, തേൻ ഉപയോഗിച്ചാൽ കേട്ടോ. തേൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യുക ബുക്കിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയത്. മുരളീധരനെ കുറിച്ച് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും. ഡോക്ടർ മുരളീധരനെ കുറിച്ചിട്ട് ഒരുപാട് ബുക്കുകളുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 235 രൂപയാണ് ഇതിൻ്റെ വിലയുള്ളൂ. ഇതിനെക്കുറിച്ച് മാത്രമല്ല, ഇതിൽ ഒരുപാട് ഔഷധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തേനായാലും നമ്മുടെ വീട്ടിലുള്ളത് ഒരുപാട്, നമ്മുടെ കൺമുമ്പിലുള്ളത്, അതിനെ കുറിച്ചിട്ടുള്ള നമുക്കറിയാത്ത ഒരുപാട് ഔഷധമായിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക, നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾക്കാണ് അത് ഉപയോഗിക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ ഈ ബുക്കിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബുക്കിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഇത്യാദി അറിവുകളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.